ഹായ് ഗായ്സ്, അപ്പൊ നമ്മൾ എടുക്കാൻ പോണ ഷേബ ഇന്ന് നമ്മുടെ ഐറിമോൾ ലാൻഡ് ചെയ്യാം. അതെ, ഇന്ന് ഞങ്ങള് അയറിന് ഉമ്മാനി പിന്നെ ഉമ്മാൻ്റെ ഉമ്മാനി ഓലൊക്കെ കൊണ്ടുവരാൻ പോവാണ് എയർപോർട്ടിലേക്ക്. ഡാലിനിയോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞടാ, ഉണ്ടാക്കണ്ടേ ഏതൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഗൈസ് ഏതായാലും ഞങ്ങൾക്ക് പിന്നെ ഇനി ഞങ്ങൾ മോണ്ടിയാഗുവിന് എടുക്കാൻ പോകണം. എന്നിട്ട് അവിടുന്ന് നേരെ എയർപോർട്ടൊക്കെ പോവുകയാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കണ്ടോളി ഗൈസ്. ഭയങ്കര സങ്കടകരമായ കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ 6 മണിക്ക് ഇറങ്ങും പറഞ്ഞ് ഞാൻ ലീവ് എടുക്കാന്ന്. എന്നിട്ട് ആശാപ്പ ലീവൊക്കെ എടുത്ത ആകെ വള്ളി. പിന്നെ പുതിയ ഗസ്റ്റ് വന്നു വണ്ടി, അജ്മൽ ബ്രോ, പിന്നെ ലിനു ഉണ്ടാടെ, ഹാഷ്മിൻ കളപതി. ഇപ്പം നമ്മളിങ്ങനെ പോയോണ്ട് കഞ്ഞി ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് എയർപോർട്ടിക്ക്? ഇനി എത്ര കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് എയർപോർട്ടിക്ക്? 14. എത്ര ഉള്ളല്ലോ. ഒരു 9:50 കാണുന്നത്. ഇപ്പം എത്ര മണിയായി? 9 മണി ആയിട്ടുള്ളൂ. അറിയില്ല എന്താ എവിടെ നിർത്താന്ന്. ആശാപ്പ നമ്മളൊന്നും പറയില്ല. കഴിഞ്ഞൂറി നമ്മൾ പറഞ്ഞിട്ട് എറണാകുളം പോയി നിർത്തി. ലിനുയാ പറ, ലിനു അറിയേ, ലിനുവിനോട് ഞങ്ങൾ ഇങ്ങനെ പറയേ ഇവിടെ ഡയറക്റ്റ് ഇറങ്ങൊന്നുമില്ല, പാണ്ടിക്കാട് പോയി തിരിച്ചിട്ടോള് വരാറുണ്ട്. അതിൽ ലിനു എന്താ പറഞ്ഞത്? ചൂരക്കാവ് പോയിട്ട് ആ വളവന്ന് മലന്റെ മേലെ നമ്മളെ സിറ്റി പോയി കണ്ടോളൂ തിരിച്ചു. അത് കേട്ടാ പോലെ പനിക്ക്. അപ്പൊ ലിനു അറിയാ എങ്ങനെ പറ്റണേ, എങ്ങനെയാണ് ആ ഇവിടെ നേരെ ഇറക്കിക്കൂടെ? പിന്നെ ഇതില്ലല്ലോ, എണ്ണ കച്ചൂരെ. എങ്ങനെ എനിക്ക് ഇങ്ങനെ മനസ്സ് വരുന്നു? ഓല എണ്ണല്ല, അത് കഴിഞ്ഞ അനക്കത്താണ്. പിന്നെത്താണ് ഗൈസ്, ഇച്ചറിയില്ലെന്ന് ഇനിയും ബാക്കി ഗൈസ്. ഇച്ചറിയില്ല കേട്ടോ ഗൈസ്. പിന്നെ ഇവിടെ ഇറങ്ങുന്നേ പിന്നെ ഇൻഡിഗോ ആണ് വരുന്നത്. ഇൻഡിഗോയിൽ പിന്നെ ചെറിയൊരു വിശ്വാസം ഉണ്ട് നമുക്ക്. എയർ ഇന്ത്യ ആയതുകൊണ്ട് തീരെ വിശ്വാസമല്ല. എന്നാളാ എറണാകുളം പോയൊക്കെ ഇറക്കിയിരിക്കണേ. ഏതായാലും നോക്കി നോക്കുക, ഇറങ്ങിയാ മതിനു. കരീന എന്തിനാണ്? ലിനുവിന് ആരും ഫോൺ വിളിച്ചാലും അത് നിൽക്കൂല, ഇങ്ങനെ തീർച്ചോണ്ട് നിൽക്കൂലേ. ചിരി ആയുസ് വർദ്ധിപ്പിക്കുന്നതാണ്. അതാണ് നമ്മളാ ചെറുക്കാൻ പോയെങ്കിൽ ചെറുക്കൻ അവിടെ ഇരിക്കലോ അല്ലേ. പോസ്റ്റ് ആയി നിൽക്കുകയാണ്. പിന്നെ കാത്തു നിന്നിട്ട് ഗൈസോർക്ക് മര്യാദ കൈക്കൂടി വന്നാൽ മതി. ഒരുപ്പോ ചിറ്റി ദൂടിയൊക്കെ വരുന്നതിന് എന്താ വെച്ച് മനസ്സിലാവില്ല. പെട്ടിങ്ങോട്ട് വന്നാണ്. എന്നാ ഓക്കെ, വലൈക്കും സലാം. ആകെ ഫാൻസായി ഗൈസ് ഇവിടെ. പോവല്ലേ? ആ പോര്, വരാൻ ശരിയേ. സലാമലൈക്കും. എന്തൊക്കെ വർത്താനം? ആ അൽബൈക്കാ കാട്ടി. കുഞ്ഞാക്കല്ല ഞാക്ക് അടുത്ത വരവ്. കളിക്കോളിമാ അന്റെ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. പെട്ടിയൊന്നും എന്തിക്കാ അയിര് തടിച്ചിക്കമ്മ തിന്നലെന്നേനു പണി. അയിര് ഫുള്ള് തീറ്റന്നേനു. ഗായ്സ് ഇക്കുറി എന്താ കൊറേ ലഗേജ് ഉണ്ട്. എന്താ മൊക്കച്ചാ? പക്ഷെ ഹൈലൈറ്റ് ആയി തോന്നി എന്റെ അയൽബൈക്കാണ്. ഞാൻ പൊളിക്കും. അതാടെ വെക്കണ്ട, ആ മുന്നിലക്ക. എന്താണ്
അതാ പോയിക്കണേ തേനെന്തൊരു അച്ചാറിന്റെ ചോയ പിന്നെ തോന്നുന്നുണ്ട് തീരുമാനമായിക്കണ് ഇനി പോകെ എല്ലാത്തിലും ആയിട്ടുണ്ടാവും കൊണ്ടുവരാൻ കൂടെ നിങ്ങക്ക് തേൻകുപ്പി ഇന്തും വാങ്ങിക്കൊടുക്കും തേനെന്താ നാട്ടിലില്ലാത്തായിരിക്കോ അതും പോട്ടെ എയർപോർട്ടിൽ നിൽക്കിയ പണിയോ ഞങ്ങൾക്ക് എത്ര 90 കിലോ വരെ കൊണ്ടുവരാലോ പക്ഷെ കുഞ്ഞാട്ടി എന്താ അടിക്കണേ എല്ലാം പാടെ ആ വലിയ പെട്ടിക്കുണ്ടാക്കിക്കണം 36 കിലോനാക്കിക്കണം 4 കിലോ ഏറെ വലിച്ച് പുറത്തേക്ക് ഇട്ടായിന്ന് ഒരു സർപ്പം പൊടി പേക്കുണ്ടായിന്ന് അതൊക്കെ പുറത്തേക്ക് വെച്ച് വേറെ മുട്ടായി എന്തേലും വെച്ചിക്കണോ അതിന് ഇങ്ങോട്ട് ഞാൻ കൈ പിടിച്ചു കൊടുക്കുന്നു അവിടെ വെച്ചിട്ടൊന്നുമില്ല അങ്ങനെ ഞങ്ങള് ഉമ്മാനവിടെ ഇറക്കി വിട്ടു ഗൈസ് മഞ്ഞ് പരിക്ക് വരണ്ടായിരുന്നു സംസം എത്ര ഉണ്ട് അതെ എന്താ കമ്പനിയിലൊക്കെ എന്തേലും വേണ്ടേ ആ ഫുഡ് അടിയിൽ നിൽക്കണ വളവല്ല കേട്ടോ ആ ഫുഡ് എടുത്തളേ അൽബേക്കൊക്കെ കുട്ടിച്ച് അൽബേക്ക മറന്നു നിക്കണ ഞാനത് കിട്ടാൻ നിക്കുക പോവാ അങ്ങനെ 15 ദിവസത്തെ ഇടവേളക്ക് ശേഷം അത് പെരന്റെ കോലൊക്കെ ഇനി പറയാണ്ടാവില്ല അല്ല ഇതെന്താ കേട്ടത് ഞാൻ കൊണ്ടുപോയി അൽബേക്ക് വെള്ളിയാണ് ഞാൻ പോവാണേ ഞങ്ങൾക്ക് ഞങ്ങളെ മഹാലത്തണേ ഇല്ലേ പള്ളി എടുക്കൂല എന്നാലും ഉച്ചിന്റെ മഹാലത്തണേ അങ്ങനൊക്കെ കണ്ടില്ലേ ഇത് എത്ര ആൾക്കാർക്ക് ഞാൻ കൊടുക്കണം അവിടെ കൊണ്ടുപോയിക്കോ ഒക്കെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരാ അതിലേ എന്നാ പോട്ടെ ഇങ്ങോട്ട് നോക്കിയാ ഞങ്ങൾ പോട്ടോ എല്ലാരും ഉറങ്ങി ഗൈസ് ഒന്നില്ല എന്തായാലും പെട്ടി വിളിച്ചിട്ട് ഉറങ്ങിയാ വൈട്ടോ എന്നാലും അങ്ങനെ അല്ലല്ലോ അമ്മ അല്ലേ ഡാബ്സിനാണ് പറയണ സന്തോഷം നോക്ക് റബ്ബേ എന്റെ കുട്ടിന്റെ സന്തോഷം നോക്കി എന്റെ കുഞ്ഞുവാവന്റെ സന്തോഷാണല്ലോ ഇത് കാണുന്നു ഞാൻ അതെ നമ്മളെ ബുള്ളറ്റ് കാക്കു വിറ്റു അടിച്ചോ യെസ് സാറായില്ലേ പെരന്നെ കാണാൻ ഒരു ഭംഗിയായില്ലേ മാമാനെന്താ മാമാക്ക് ആദ്യം വേണ്ട മാമ ഇവിടെ അപ്പൊ ഞാൻ ചില സാങ്കേതിക കാരണത്താൽ എന്റെ വീട്ടിലേക്ക് ഞാൻ മാറുകയാണ് അരേ ഇജ്ജ് കണ്ടീലേ ഇറക്കി ഗൈസ് സംസം വെള്ളമൊക്കെ ഉണ്ടല്ലോ ഞാനതിലൊന്ന് നോക്കിയേ ഞാൻ നോക്കിയിട്ട് മൂഞ്ചിക്കാണ് ഇപ്പോ ഞാൻ വല്ല മുട്ടായിയാണ് എരി നോക്കിയേന് സന്തോഷം ഗൈസ് ഇപ്പൊ ഇതില് വേണ്ടത് നമ്മളെ അൽബേക്കാണ് അൽബേക്ക് ഞാൻ പൊള്ളിക്കും തീമർക്കും ഞെക്കിട്സ് കാലായി നിന്നിട്ട് ഗായ്സ് ഇന്നിവിടെ പിന്നെ ജുമാക്ക് എല്ലാരും ഒത്തുകൂടി മോനെ ലാഭം